ഓസ്ട്രേലിയ എന്ന് പറയുന്ന കൺട്രീനെ പറ്റി ചിന്തിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മൈൻഡിൽ ആദ്യം വരുന്നത്? കാങ്കരൂസ്, ബീച്ചസ്, അതോ ഫ്രീഡം? എന്നാൽ ഓസ്ട്രേലിയ എന്ന് പറയുന്ന കൺട്രി ഒരു കാലത്തെ ഏറ്റവും വലിയ ജയിലാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 1700 കാലഘട്ടങ്ങളിൽ ബ്രിട്ടന് വലിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ തടവുകാരുണ്ടായിരുന്നു, പക്ഷെ അതിനനുസരിച്ച് ജയിൽ അവരുടെ രാജ്യത്തില്ലായിരുന്നു. അതുകൊണ്ട് അവർ ലോകത്തിലെ തന്നെ ഏറ്റവും റിമോട്ടായിട്ടുള്ള ഒരു ഐലൻഡാണ് ചൂസ് ചെയ്തത്, എൻ്റർ ഓസ്ട്രേലിയ. 1788 750 തടവുകാർ ഉൾപ്പെടുന്ന ആദ്യത്തെ ഫ്ലീറ്റ് ഓസ്ട്രേലിയയിൽ വന്നിറങ്ങുന്നത്. ഈ തടവുകാരെ മെയിനായിട്ട് ഓസ്ട്രേലിയയിൽ ഡംപ് ചെയ്യാനായിട്ടുള്ള കാരണം മോഷ്ടിച്ച് പിടിച്ചവരും പിന്നെ കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്തവരും അല്ലെ പിന്നെ വളരെയധികം പാവപ്പെട്ടവരായിട്ടുള്ള സാധുക്കളെയാണ് ഓസ്ട്രേലിയയിൽ ഡംപ് ചെയ്തത്. പക്ഷേ ഈ ഒരു പ്രാക്ടീസിന് ഒരേ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രിട്ടനിൽ നിന്ന് തടവുകാരെ ഓസ്ട്രേലിയയിലേക്ക് തള്ളുന്ന സമയത്ത് ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം എംപ്റ്റി അല്ലായിരുന്നു. 60,000 വർഷമായിട്ട് ഇവിടെ ഇൻഡിജിനസ് ഓസ്ട്രേലിയൻസ് താമസിക്കുന്ന ഒരു രാജ്യം കൂടെയായിരുന്നു. അതുകൊണ്ട് മെയിനായിട്ട് സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈം റേറ്റ് വർദ്ധിച്ചു. ഇൻഡിജിനസ് ഓസ്ട്രേലിയൻസിന്റെ കൾച്ചർ തന്നെ നഷ്ടപ്പെടാൻ ഏറ്റവും വലിയൊരു കാരണമായിട്ട് അത് മാറി. എന്നാൽ ഇന്ന് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു കൺട്രി ലാൻഡ് ഓഫ് ഫ്രീഡവും ഓപ്പർച്യൂണിറ്റിയും ആണ്. പക്ഷെ ഈ രാജ്യം കുറെ പേരുടെ കഷ്ടപ്പാടും സഹനങ്ങളും കൊണ്ടാണ് പണിതുയർത്തിയിരിക്കുന്നത്. അടുത്ത തവണ ഓസ്ട്രേലിയനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒന്ന് ഓർത്താൽ മതി, ഈ സ്വർഗതുല്യമായിട്ടുള്ള ഒരു ഭൂമി എപ്പോഴും ഇങ്ങനെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമല്ലായിരുന്നു. ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫോളോ ഫോർ മോർ.